അപ്പോഴുണ്ടല്ലോ വെള്ളം ഒട്ടും ചേർക്കാത്ത നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. എൻ്റെ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് കൂട്ടാക്കിക്കോട്ടോ. ഒരു അടി വെച്ചിട്ടുള്ള ഒരു പാത്രം എടുക്കാം. ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലായിട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു സവാള മിക്സഡ് ജാറിൽ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സവാളയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം, വെള്ളം ഉണ്ടാവരുത്. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എരിവിന് പച്ചമുളകും കൂടെ ചേർക്കണോണ്ടാണ് നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടി എരിവിനും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി വളരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിത് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 1.5 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എടുത്ത ഉരുളി ചെറുതായതുകൊണ്ട് ഒരു വലിയ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കരുത്, ഇളക്കിയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ വേവാനായിട്ടുള്ള വെള്ളം നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. ആ ഒരു വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ആ ഒരു വെള്ളം അവസാനം വന്നതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ വറ്റി കഴിയുമ്പോൾ നമ്മളിലെ ആ ഒരു ചിക്കനിലെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പാകമായിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ചിക്കൻ വേവാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം ചേർക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ. Thank you.